ഹായ് ഫ്രാൻസ്. അപ്പോൾ 2024 നമ്മൾ കണ്ട മലയാളം, തമിഴ്, ഹിന്ദി, തെലുങ്ക്, കന്നഡ, പിന്നെ കുറച്ച് ഹോളിവുഡ് മൂവീസ് ഉണ്ട്. അതിൻ്റെ വീഡിയോ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസ്. വളരെ ഷോർട്ടായിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഓക്കെ, അപ്പോൾ ജസ്റ്റ് എല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ മലയാളത്തിൽ തന്നെ വരാം. മലയാളത്തിൽ ഞാൻ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസ് ഒരു ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിരുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ട മൂവീസും റിലീസ് ചെയ്ത മൂവീസ് എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ കൂടുതലുണ്ട്, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2024 ഇഷ്ടപ്പെട്ട പടങ്ങൾ വരുമ്പോൾ ആദ്യം വരുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടങ്ങൾ ഒന്നുമില്ല, പൃഥ്വിരാജിൻ്റെ ആടുജീവിതം തന്നെയാണ്. പ്ലസ് സംവിധാനം ചെയ്ത 2 മണിക്കൂർ 53 മിനിറ്റ് പടമുള്ള ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷം ഇറങ്ങിയ റോസ് എക്സ്പീരിയൻസ്, ഗ്രേറ്റ് പെർഫോമൻസ്. ഈ പടം ഒരുപാട് ആഗ്രഹിച്ച് കണ്ട പടമാണ്. തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ ഷോക്ക് കൂടെ 2 ദിവസം എടുത്തു. അതിഗംഭീര പെർഫോമൻസ്. ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ റിവ്യൂലൊക്കെ പറഞ്ഞിട്ട് ഒന്നും പോകുന്നില്ല. അവരെ കിഷ്കിന്താ കണ്ടോ ഒസം മൂവി. ആസിഫ് അലി, വിജയരാഘവൻ, അപർണ ബാലമുരളി എല്ലാവരും തകർത്ത് അഭിനയിച്ച അതിഗംഭീര മൂവി. കൂടുതൽ പറയുന്നില്ല, നമുക്കറിയാം. മഞ്ഞുമൽ ബോയ്സ്, റിയൽ ഇൻസിഡന്റ്, ഗുണാക്കൈ, അത് പടാക്കി, സർവൈവൽ ത്രില്ലർ. നമുക്കറിയാം ഒരു പടം അങ്ങനെ ചെയ്യുമ്പോഴുള്ള റിസ്ക്, കാരണം കഥ ഓൾറെഡി നമുക്ക് പ്രഡിക്റ്റബിൾ ആണ്. പക്ഷെ അതിഗംഭീരമായിട്ട് മേക്കിംഗ്, ഓൾ ടൈം പ്രൈമലു. ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട പടം. തിയേറ്ററിൽ ചിരിച്ച് ഭയങ്കരമായിട്ട് ഫ്രീ ആയിട്ട് കണ്ടൊരു പടമാണ്. നസ്രീനൊക്കെ തകർത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അതിഗംഭീര പടം. ഗിരീഷ് ഷെഡി അഗെയിൻ പ്രൂവ് ചെയ്തു. ബ്രഹ്മയുഗം നമുക്ക് ഇങ്ങനെ ഓരോ വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ചെയ്ത് 2024 നമ്മൾ ഞെട്ടിച്ചിട്ടുണ്ട്. അതിലൊരു ഗംഭീര ഞെട്ടിക്കൽ തന്നെയായിരുന്നു ബ്രഹ്മയുഗം. സിദ്ധാർത്ഥ് ഭരത്, അർജുൻ അശോകനൊക്കെ അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ പടം എടുത്തിട്ട് വന്നിട്ട് അതിഗംഭീരമായിട്ട് ചെയ്തൊരു മൂവിയായിരുന്നു. AR ജിതിൻ ലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടം എടുത്ത് പറയണം. കാരണം എന്താ വെച്ചാൽ ഒരു പടം ഡയറക്ടർ ആദ്യമായിട്ട് 3D പടം ചെയ്തിട്ട് അതിഗംഭീരമായിട്ട് മേക്ക് ചെയ്തിട്ടുള്ള അതിഗംഭീര മൂവി, ഗംഭീര 3D എക്സ്പീരിയൻസ്, സൂപ്പർ. അതുപോലെ സൂക്ഷ്മദർശിനി സൂപ്പർ, ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അതിഗംഭീര മേക്കിംഗ്, ഓൾ ബേസിൽ എല്ലാവരും നമ്മുടെ നായികയും ഒക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. കാലങ്ങൾക്ക് ശേഷമാണ് നസ്രിയ സൂക്ഷ്മദർശിനി അഭിനയിച്ച് കുറേ നേരം അഭിനയിച്ചു. ആവേശം സൂപ്പർ 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 ബെഞ്ച് മാർക്ക് മൂവി. വയലൻസ് ആണ്, അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ മാത്രം കണ്ടാൽ മതി. അങ്ങനെ തന്നെ പറഞ്ഞ് പടം ഇറക്കിയത്. മാർക്കോ, അന്വേഷിപ്പി കണ്ടെത്തു എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. പക്ഷെ പെർഫോമൻസിലെ പടം അധികം വിജയിച്ചില്ല. റൈഫി ക്ലബ്ബ് നൈസായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട്. ആഷിക്കാവും എല്ലാവരും തകർപ്പും പെർഫോമൻസുകൾ. വാഴ സൂപ്പർ യൂത്ത് ഓറിയന്റഡ് മൂവി. ഉള്ളൊഴുക്ക് ടച്ചിങ് സ്റ്റോറി. ഉർവശി പാർവതി ഒസം. തലവൻ അഗെയിൻ ആസിഫ് അലി ഗംഭീര പെർഫോമൻസ്. വിജയനാണ് അവർ. ഗോളം എന്നൊരു പടം നേരത്തെ ഞാൻ മറ്റേൽ പറഞ്ഞില്ല എന്ന് തോന്നുന്നു, അതിൽ വിട്ടുപോയൊരു പടം. ഗോളം എനിക്ക് ഇഷ്ടപ്പെട്ട, പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്ത് കണ്ടൊരു മൂവിയായിരുന്നു. ഗഗനചാരി ഒരു എക്സ്പീരിമെന്റ് മൂവി എന്നുള്ള രീതിയിൽ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട മൂവിയായിരുന്നു. ഗോകുൽ സുരേഷ്, ഗണേഷൊക്കെ തകർത്ത് ചെയ്തിട്ടുണ്ട്. ഗുരുവായൂർ അമ്പലനടയിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട മൂവിയാണ്. കുറെ ചിരിച്ചു, കുറെ കാര്യങ്ങളൊക്കെ വർക്കൗട്ടല്ല. പക്ഷെ ഓൾ പടത്തിൽ നോക്കുമ്പോൾ 2.5 മണിക്കൂർ നമ്മൾ എൻജോയ് ചെയ്ത് തീരാണ് കിട്ടിയത്. ആട്ടം സൂപ്പർ മൂവി. കാണാത്തവരുണ്ടെങ്കിൽ കാണും. ഒരുപാട് അവാർഡൊക്കെ കിട്ടിയ പടമാണ്. അയ്യങ്കാതരൻ എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു. ഹലോ മമ്മി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു. നുണക്കുഴി എനിക്കൊരു ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ പടമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട് എൻജോയ് ചെയ്ത പടമായിരുന്നു. അബ്രഹാം മോസ്ലർ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു. അതുപോലെ എനിക്ക് എടുത്തു പറഞ്ഞൊരു മൂവി മലയക്കോട്ടെ വാലിബരും പാരൂസ് ആണ്. രണ്ടും എക്സ്പെരിമെന്റൽ മൂവി എന്നുള്ളത് എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ലാലേട്ട ഫാമിലി ഞാൻ എൻജോയ് ചെയ്ത് കണ്ട പടം കൂടിയാണ്. ഇത്ര പടങ്ങളിൽ ഒരുപാട് പടങ്ങൾ പറഞ്ഞിട്ടില്ല. കാരണം എനിക്ക് ആവറേജ് എക്സ്പീരിയൻസ് കിട്ടിയ ഒരുപാട് പടങ്ങളൊന്നും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. എനിക്ക് ഫുള്ളായിട്ട് എൻജോയ്മെന്റ് എന്നുള്ള രീതിയിൽ കണ്ട പടങ്ങളായിരുന്നു. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ, അതുപോലെ തന്നെ പല്ലുട്ടി, അങ്ങനെ ഒരുപാട് പടങ്ങളുണ്ട്. എടുത്തു നോക്കുകയാണെങ്കിൽ ഒരുപാട് പടങ്ങളുണ്ട്. ലാസ്റ്റ് ഒന്ന് ആനന്ദ് ശ്രീബാല, അങ്ങനെ കുറെ കണക്ട് ചെയ്ത് ഗുമസ്തൻ, ഒരുപാട് പടങ്ങളുണ്ട്. എനിക്കൊന്ന് പോണേന് എനിക്ക് കൂടുതലായിട്ട് വർക്കൗട്ട് ചെയ്തിട്ട് 100% സാറ്റിസ്ഫാക്ഷൻ എന്ന പടങ്ങളാണ് ഞാൻ ഇതിൽ പറഞ്ഞത്. ഇപ്പോൾ ഇതാണ് എൻ്റെ ഒരു മലയാള ഫിലിം 2024 എക്സ്പീരിയൻസ്. ഞാൻ ഏകദേശം ടോട്ടലി 130 പടങ്ങൾ ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഇതിനടുത്ത് നമ്മൾ തമിഴാണ് പറയുന്നത്. ഫാസ്റ്റായിട്ട് തന്നെ പറയാം. തമിഴ് ഫിലിമിൽ നമുക്ക് കഴിഞ്ഞ വർഷം കുറച്ച് മോശം വർഷമായിരുന്നു. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കാലങ്ങളായിട്ട് ഭയങ്കര ശോകത്തിലാണ് നമ്മുടെ തമിഴ് ഇൻഡസ്ട്രി പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനൊരു പുതിയൊരു ഉണർവ് എന്ന മൂവി തന്നെ പറയാം. മഹാരാജ എന്നൊരു പദം വിജയ് സേതുപതി അഭിനയിച്ച പടമാണ്. പടം കണ്ടിട്ടില്ലെങ്കിൽ കാണാം.
മെയ്യഴകൻ എനിക്ക് ഭയങ്കര ഹാർട്ട് ടച്ച് ചെയ്ത മൂവിയാണ്. പ്രത്യേകിച്ച് അതിൽ അരവിന്ദസ്വാമി ചെക്കനെ കാർത്തിയായിട്ടുള്ള കോമനന്റ് സീനുകളും ഗംഭീരാണ്. അതുപോലെ വാഴ എന്നൊരു പടം വന്നിരുന്നു, മാരി സെൽവരാജ് ആളും വാഴ പറിക്കാൻ അതിനൊക്കെ പോയിട്ടുണ്ട്, കൊല വെട്ടാനൊക്കെ. അതായിട്ട് റിലേറ്റഡ് ആയിട്ട് അപകടം നടന്ന ഗംഭീര പടമാണ്. കണ്ടിട്ടില്ലേക്കാണ് ലൂബർ പന്ത് നമുക്കൊക്കെ ഭയങ്കര കണക്ട് ആവുന്ന പടമാണ്. നമ്മൾ കണ്ടം ക്രിക്കറ്റ് കളിക്കുന്ന ആളുകളാണ് ചെറുപ്പത്തിൽ. ക്രിക്കറ്റിനോടുള്ള പാഷൻ. അമരൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട പടമാണ്. റിയൽ സ്റ്റോറി, ടച്ചിങ് സീൻസ് ഉണ്ട്. ക്ലൈമാക്സിലൊക്കെ കണ്ണുന്ന വെള്ളം വരാണ്ടായാലും എനിക്ക് പോരില്ല. വിടുതല പാർട്ട് 2 അതിഗംഭീര മൂവിയാണ്. വിടുതല ഫസ്റ്റ് കണ്ടിട്ട് വേണം പാർട്ട് 2 കാണാൻ. ലവർ നൈസാണ്. ഞാൻ ഒട്ടിയിട്ടില്ല കണ്ടത്. ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം വിജയിന്റെ പടമാണ്. ഭയങ്കര നെഗറ്റീവ് പിന്നെ വന്ന പടമായാലും ഞാനത് ഒരു പ്രതീക്ഷയില്ലാണ്ട് പോയിട്ട് എനിക്ക് കണ്ടിരുന്ന ഒരു പടമാണ്. വേട്ടകൻ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. പല ഡിഫറൻസ് ഒപ്പീനിയൻ വന്നിട്ടുണ്ട്. തങ്കരൻ അതിഗംഭീരമായിട്ട് എനിക്ക് തോന്നിയ പടമാണ്. പക്ഷെ ബോക്സ് ഓഫീസിലെ പടത്തിൽ കളക്ട് ചെയ്തിട്ടൊന്നുമില്ല. റായൻ 100 കോടി കളക്ട് ചെയ്ത പടമാണ്. ധനുഷ് സംവിധാനം ചെയ്ത പടം. എനിക്ക് ഇഷ്ടപ്പെട്ട നല്ല മൂവിയായിരുന്നു. അന്തകൻ അതും ഞാൻ ഒട്ടിയിട്ടില്ലാണ് കണ്ടത്. ബ്ലൂ സ്റ്റാർ ഞാൻ ഒട്ടിയിട്ടില്ലാണ് കണ്ടത്. ക്യാപ്റ്റൻ മില്ലർ എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു. അമ്പലത്തില് തൊഴിലും കാര്യങ്ങളൊക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ബഡ്ജറ്റിൽ വന്ന പടമാണ്. വെച്ചാൽ എന്നിട്ടും നല്ല രീതിയിൽ വിജയിച്ചൊരു പടമാണ്. ഐലൻഡ് എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. ഗരുഡ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. ഇത്ര പടങ്ങളാണ് എനിക്ക് തമിഴിൽ ഇഷ്ടപ്പെട്ടത്. അതിൽ ശരിക്ക് അമരനാണ് അവിടെ ഏറ്റവും കൂടുതൽ കളക്ട് ചെയ്ത് കഴിഞ്ഞ വർഷം. അല്ല സോറി, അമരനല്ല, ദി ഗ്രേറ്റസ്റ്റ് ഗോട്ട് ഓഫ് ലൈഫ് ആണ് ആയിരിക്കും കൂടുതൽ കളക്ട് ചെയ്തത്. അതായിരിക്കും. 2ാം സ്ഥാനം അമരനായിരിക്കും. ബോളിവുഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കുറച്ച് മൂവീസ് ഞാൻ കണ്ടിരുന്നു. കില്ല് ഞാൻ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്ത പടമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു മൂവിയായിരുന്നു കില്ല്. മാർക്കോ ഹിന്ദിയിൽ ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പടം അവിടെ കണ്ട പടം എന്ന് വെച്ചാൽ കൽക്കിയാണ്. കൽക്കി എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട പടമാണ്. 3 മണിക്കൂർ ലെങ്ത് മാത്രമാണ് എനിക്ക് ഒരു ഇതായിട്ട് തോന്നിയത്. പിന്നെ ജിഗര പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. ഫൈറ്റർ എനിക്ക് ഇഷ്ടപ്പെട്ട പടമാണ്. തിയേറ്ററിൽ ഞാൻ കണ്ടത് പടമായിരുന്നു. ഇത്രയും പടമാണ് ഞാൻ ബോളിവുഡിൽ നിന്ന് കണ്ട പടങ്ങൾ, തിയേറ്ററിന് എക്സ്പീരിയൻസ് ചെയ്ത പടങ്ങൾ. പിന്നെ ഒരുവിധം പുഷ്പ 2 ഒക്കെ അവിടെ ട്രെൻഡിങ് ആണ്. മാർക്കോ കളിച്ചിട്ടുണ്ട്. കുറേ പടങ്ങൾ അവിടെ നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ മൂവീസൊക്കെ. അവർക്ക് നല്ല പടങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. അപ്പോൾ ഇനി നമുക്ക് തെലുങ്കിലേക്ക് വരികയാണെങ്കിൽ കന്നഡയിൽ നല്ല പടങ്ങളൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നില്ല. കൽക്കി കണ്ടിരുന്നു, ഹനുമാൻ കണ്ടിരുന്നു, ലക്കി ഭാസ്കർ കണ്ടിരുന്നു, ഇഷ്ടമായി. അതുപോലെ ഇത്ര പടങ്ങളാണ്. പിന്നെ മലയാളം പടങ്ങൾ ഡബ് ചെയ്തിട്ട് കളിച്ചിരുന്നു. കില്ലാമരൻ, മഹാരാജാവൊക്കെ അവിടെ നല്ല രീതിയിൽ. സെറിപ്പോ ദ സെനിവാർ സ്റ്റാറ്റസ് ഒക്കെ ഇവിടെ എന്താ പറഞ്ഞത്, നമ്മൾ മലയാളത്തിൽ വന്നപ്പോൾ എന്താ ശനി പേര് ഞാൻ പറഞ്ഞു. ശനിയാഴ്ച മാത്രം അടി ഉണ്ടാക്കുന്ന കൂട്ടുകാരൻ. എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു പുഷ്പ 2. നെയ്യഴകനൊക്കെ തെലുങ്കില് ഇതിന്റെ പ്രേമലോടെ ട്രെൻഡായ പടമായിരുന്നു. ദേവര പാർട്ട് 1 ശോകമായിരുന്നു. ഇത്ര പടങ്ങളാണ് ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പിന്നെ തെലുങ്ക് പടക്കം മലയാളത്തിലേക്ക് റീമേക്ക് ചെയ്ത് വന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു തിയേറ്റർ. കന്നഡ പടങ്ങൾ കാര്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ അത് റീമേക്ക് വന്ന പടങ്ങൾ അതിന് പേര് കറക്റ്റ് അറിയില്ല. പിന്നെ എനിക്ക് ബോളിവുഡ് നോക്കുകയാണെങ്കിൽ ഡൂൺ 2, ചലഞ്ചേഴ്സ്, ടിസ്റ്റേഴ്സ്, കോൺക്ലേവ്, അങ്ങനെ കുറച്ച് പടങ്ങളാണ് കണ്ട ഓർമ്മയിൽ നിൽക്കുന്നത്. നല്ല പടങ്ങളൊക്കെ വേറെ വന്നിട്ടുണ്ടായിരിക്കും. ഞാൻ കണ്ടായ പടങ്ങൾ എനിക്ക് ഇഷ്ടപ്പെട്ട പടങ്ങളാണ്. പിന്നെ ഒരുപാട് പടങ്ങൾക്ക് ഞാൻ പറഞ്ഞിട്ടില്ല. ആവറേജ് എക്സ്പീരിയൻസ് ഒരുപാട് പടങ്ങളുണ്ട്. എന്നെ സംബന്ധിച്ച് 2024 മലയാള സിനിമയിൽ ഏറ്റവും നല്ല ഇൻഡസ്ട്രി നമ്മുടെ മലയാള ഇൻഡസ്ട്രി തന്നെയായിരുന്നു. യാതൊരു സംശയമില്ല. ഡിഫറെൻറ്റ് ജോണറിലുള്ള ഒരുപാട് പടങ്ങൾ വന്നിട്ട് അത് പല ലാംഗ്വേജിൽ നന്നായി തകർത്ത് കളിച്ചൊരു ഇൻഡസ്ട്രി തന്നെയാണ് നമ്മുടെ ഇൻഡസ്ട്രി. അപ്പോൾ 2024 മലയാള ഇൻഡസ്ട്രി തന്നെയാണ് 1ാം സ്ഥാനം നമ്മൾ കൊടുത്തിട്ടുള്ളത്. യാതൊരു സംശയമില്ല. പ്രൊഡ്യൂസർ അസോസിയേഷൻസ് ഒക്കെ പറഞ്ഞ നഷ്ടങ്ങളെ കാര്യങ്ങളൊക്കെ നികത്തുന്നുണ്ടായിരിക്കാം. പക്ഷേ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരുപാട് ഇപ്പം അടുത്ത കാലങ്ങളിലായിട്ട് ഒരുപാട്